ഇപ്പോൾ ശരിക്കും സൂപ്പറായിട്ടുണ്ട്. വിവാഹൊരുക്കങ്ങളുടെ ഭാഗമായി ഭംഗിയാക്കിയ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് കാർത്തിക പറഞ്ഞു. അത് കേട്ടുകൊണ്ട് ചിരിയോടെ നിൽപ്പുണ്ട് നന്ദു. ഞാനിന്ന് ഉണ്ണിച്ചേച്ചിയെ കണ്ടു. ഞാൻ ചിരിച്ചപ്പോൾ ചേച്ചിക്ക് ചിരിക്കാൻ ഒരു വിഷമം പോലെ. മുഖമൊക്കെ എന്തോ പോലെ ഇരുന്നു. നന്ദു പറയുന്നത് കേട്ടുകൊണ്ടാണ് കലയും അവിടേക്ക് വന്നത്. മോൾക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടായിരുന്നോ നന്ദു? അവർ ആദിയോടെ ചോദിച്ചു. വിവാഹം അടുത്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സുഖമില്ലായ്മ വന്നോ എന്ന പേടിയായിരുന്നു അവരിൽ. അമ്മയ്ക്ക് ഇതെന്താ, എന്തെങ്കിലും കേൾക്കാൻ നോക്കിയിരിക്കും, ടെൻഷൻ അടിക്കാൻ. ചേച്ചിക്ക് യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം വല്ലതും ആയിരുന്നിരിക്കും. ഈ നന്ദുചേട്ടനെ അമ്മയ്ക്ക് ശരിക്കും അറിയില്ലേ? നടന്നു പോയാൽ പറന്നുപോയി എന്ന് പറയുന്നവനാണ്. കാർത്തികയുടെ വാക്കുകൾ കേട്ടതും അവൻ പരിഭവിച്ചു. ഉണ്ണിയുടെ മുഖത്തെ വ്യത്യാസം അവൻ വ്യക്തമായി നിരീക്ഷിച്ചിരുന്നതാണ്. തന്നെ കണ്ടപ്പോൾ ആ മുഖത്ത് വല്ലാത്തൊരു പരുങ്ങലായിരുന്നു. എന്നാൽ അതിൻ്റെ കാരണവും കാര്യവും അറിയാത്തതുകൊണ്ട് തന്നെ ഒന്നും പറയാനും വയ്യ. വഴക്ക് കൂടാതെ എഴുന്നേറ്റ് പോ പിള്ളേരെ, അപ്പുറത്തെങ്ങാനും. രണ്ടും കൂടി മുഖത്തോട് മുഖം നോക്കിയാൽ തുടങ്ങിക്കോളും. എനിക്ക് വയ്യ. കല കയ്യിലിരുന്ന തവി കൊണ്ട് ഒന്ന് ഓങ്ങിയതും രണ്ടുപേരും കൂടി അകത്തേക്കോടി. അവർ ഇടുപ്പിൽ കൈ കുത്തി നിന്നുകൊണ്ട് ഒന്ന് ദീർഘനിശ്വാസമെടുത്തു. ഒരു വിവാഹമെന്ന് പറയുമ്പോൾ എന്തുമാത്രം ചിലവുകളാണ്. താലിയും മാലയും വാങ്ങാനുള്ള കാശ് നേരത്തെ ഹരിയുടെ കയ്യിലുണ്ട്. അവൻ തന്ന കാശിൽ നിന്ന് തന്നെ മിച്ചം പിടിച്ച് താൻ ഏൽപ്പിച്ചതാണ്. താലിമാലയും വിവാഹസാരിയും തിരഞ്ഞെടുക്കാൻ ഉണ്ണിമായെ വിളിച്ചിരുന്നുവെങ്കിലും അതൊക്കെ തങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോളാൻ പറയുകയാണ് ചെയ്തത്. ഈ നാട്ടിലുള്ള നാട്ടുകാരല്ലാതെ ബന്ധുക്കളെന്ന് പറഞ്ഞു വരാൻ ആരുമില്ല. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ചെറുപ്രായത്തിൽ താൻ ചെയ്ത മണ്ടത്തരം ഏതൊക്കെ രീതിയിലാണ് തന്നെയും കുഞ്ഞുങ്ങളെയും ബാധിക്കുന്നത് എന്ന് അവർ ഓർത്തു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അതിൻ്റെ കറകൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ശ്രീമംഗലത്തെ വിശാലമായ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു മാധവൻ. ചാരു കസാരയിലേക്ക് ചാഞ്ഞാണ് കിടപ്പ്. ഹരിയുടെ വിവാഹ വാർത്ത അറിഞ്ഞതിൽ പിന്നെ ഈ കിടപ്പ് പതിവാണ്. അയാളുടെ മനസ്സ് ഒരു വേള കലയുമായി ജീവിച്ച നാളുകളിലേക്ക് പോയി. മനസ്സമാധാനവും സന്തോഷവും അറിഞ്ഞിരുന്നത് ആ സമയത്ത് മാത്രമായിരുന്നുവെന്ന് അയാൾ ഓർത്തു. പറ്റിച്ച് കടന്നു കളയണമെന്നൊന്നും ചിന്തിച്ചിരുന്നില്ല. വരലക്ഷ്മിയുടെ വല്ലാത്ത സ്വഭാവത്തിനിടയിൽ ഒരാശ്വാസം എന്നതുപോലെയാണ് കലയുമായി അടുത്തത്. ആ നാട്ടിലായിരുന്നു ജോലി എന്നതിനാൽ തന്നെ അവിടെ പോയി വരുന്നതിന് യാതൊരു തടസ്സങ്ങളും ഉണ്ടായില്ല. പിന്നീട് അവിടെ നിന്നും സ്ഥലം മാറ്റമായതും പിന്നാലെ അച്ഛന് സുഖമില്ലാതായതും എല്ലാ പ്രതീക്ഷകളെയും വെള്ളത്തിലാക്കി. തറവാട്ടിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു പിന്നീട്. പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർത്ത് കഴിഞ്ഞ് കലയെ പോയി കാണാമെന്നും എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കാമെന്നും കരുതിയിരുന്നു. എന്നാൽ പ്രതീക്ഷകൾ ആകെ തകർത്തുകൊണ്ടാണ് കല ഈ നാട്ടിലേക്ക് വന്നത്. ശ്രീമംഗലത്തുകാരോട് ദേഷ്യമുള്ള ചില രാഷ്ട്രീയ ശത്രുക്കളും അതിന് കൂട്ടുനിന്നതോടെ പ്രശ്നം വഷളായി. എനിക്ക് മറ്റൊരു കുടുംബമുണ്ട് എന്ന് വരലക്ഷ്മിയുടെ ചെവിയിലെത്തി. സ്വസ്ഥതയില്ലാത്ത ജീവിതമായിരുന്നു പിന്നീട്. താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി കണ്ടെത്തിയ മാർഗം ജീവിതത്തെ മൊത്തത്തിൽ ഇരുട്ടിലാക്കിയപ്പോൾ കലയെയും മക്കളെയും കണ്ടില്ല എന്ന് വയ്ക്കുവാനേ കഴിയുമായിരുന്നുള്ളൂ. എന്നിട്ടും അന്ന് അത്ര വലിയ കുറ്റബോധമൊന്നും തോന്നിയിരുന്നില്ല. സ്കൂളിൽ നിന്ന് പോകുന്ന കുട്ടികളെ യാദൃശ്ചികമായാണ് ഒരിക്കൽ വഴിയിൽ വെച്ച് കണ്ടത്. ചെറുപ്പത്തിൽ താൻ എങ്ങനെയായിരുന്നു അതേ രൂപമുള്ള ഹരിയോട് വല്ലാത്തൊരു വാത്സല്യവും തോന്നിയിരുന്നുവെങ്കിലും അത് യാതൊരു രീതിയിലും പ്രകടിപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല. വരലക്ഷ്മിയേക്കാൾ വലിയ വാശിക്കാരിയാണ് കല എന്ന് അവൾ തെളിയിച്ചു. വഞ്ചിച്ചവൻ്റെ യാതൊന്നും വേണ്ട എന്ന രീതിയിലായിരുന്നു അവളുടെ പിന്നീടുള്ള ജീവിതവും. കുറച്ച് കാശ് ഒരിക്കൽ രഹസ്യമായി ഒരാൾ വഴി കൊടുത്തുവിട്ടപ്പോൾ അത്രയും ദേഷ്യത്തോടെയാണ് അവൾ പ്രതികരിച്ചത്. പിന്നീട് യാതൊരു രീതിയിലും അവരുമായി ബന്ധപ്പെടാൻ പോയിട്ടില്ല. നാട്ടിലെ ഒരേ ഒരു വർക്ക്ഷോപ്പ് ഹരി നിൽക്കുന്നതായതുകൊണ്ട് തന്നെ എത്രയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഇടയ്ക്ക് അവനെ കാണാറുണ്ട്. തൻ്റെ സ്വന്തം ചോര അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് സങ്കടം തന്നെയാണ്. എന്നാൽ ഇനി ഒരിക്കലും ചെയ്തു പോയ തെറ്റ് തിരുത്താൻ കഴിയില്ലല്ലോ. കരിപുരണ്ട വസ്ത്രങ്ങളാൽ നിൽക്കുന്നവൻ്റെ രൂപം ഒരു മാത്ര മനസ്സിലേക്ക് കടന്നു വന്നതും അയാൾ ഒന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു.
മോൻ്റെ കല്യാണമായപ്പോൾ തൊട്ടുള്ള ഇരിപ്പാണല്ലോ. പുച്ഛത്തോടെയുള്ള വരലക്ഷ്മിയുടെ ചോദ്യം കേട്ടതും അയാൾ ഞെട്ടലോടെ അവരെ നോക്കി. ഒരിക്കലും അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല. വാശിക്കാരിയായിരുന്നുവെങ്കിലും അവർ തന്നോട് കാണിച്ചിരുന്നത് ആത്മാർത്ഥമായ സ്നേഹം തന്നെയായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ അവളെ മറന്ന് മറ്റൊരു കുടുംബം ഉണ്ടാക്കിയത് മരണം വരെയും അവൾ ക്ഷമിക്കില്ല. എന്തിനാ ലക്ഷ്മി നീ വീണ്ടും വീണ്ടും ഇക്കാര്യം പറയുന്നത്? ഒക്കെ കഴിഞ്ഞു പോയിട്ട് കാലങ്ങളായില്ലേ. സാധാരണ മറ്റുള്ളവരോട് കാണിക്കുന്ന ദേഷ്യം അയാളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. തെറ്റ് ചെയ്തു എന്ന തിരിച്ചറിവാണ് അതിന് കാരണം. നിങ്ങൾ ചെയ്ത തെറ്റ് അങ്ങനെ പെട്ടെന്ന് മറന്നു കളയാവുന്ന ഒന്നല്ല. കാലങ്ങളോളം എന്നെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ തന്നെ ആ മെക്കാനിക്ക് ചെക്കനെ കാണുമ്പോൾ തന്നെ നിങ്ങളെ വാർത്ത് വെച്ചതുപോലെയല്ല ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അവൻ്റെ കല്യാണം കൂടിയായ സ്ഥിതിക്ക് എനിക്കും എൻ്റെ മക്കൾക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. വീണ്ടും അവർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അയാളാകട്ടെ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു. അച്ഛനും അമ്മയുമായുള്ള പതിവ് വഴക്ക് നടക്കുന്നത് കണ്ടതും രാഹുൽ ദേഷ്യത്തോടെ തൻ്റെ മുറിയിലേക്ക് കയറി. ഉണ്ണിമായ എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുമ്പോൾ ആദ്യത്തെ റിങ്ങിൽ തന്നെ അത് അറ്റൻഡ് ചെയ്യപ്പെട്ടു. ഇതെന്താ ഏട്ടാ വിളിച്ചാ ഫോൺ എടുക്കാത്തത്? ഇടയ്ക്ക് എങ്കിലും എന്നെ ഒന്ന് വിളിച്ചൂടെ? അവളുടെ പരിഭവം നിറഞ്ഞ സ്വരം കാതിൽ കേട്ടിട്ടും അവൻ്റെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല. എന്തായി നിന്റെ കല്യാണ ഒരുക്കം? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ കളിയാക്കിയതാണോ എന്നാണ് അവൾക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഒരു വേദന അവളിൽ നിറഞ്ഞു. ഇവിടെ നാടടക്കം വിളിച്ചു കഴിഞ്ഞു. എനിക്കാകെ പേടിയാകുന്നു. ഏട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ. രാഹുലിൻ്റെ വാക്കുകൾ കേട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. എങ്ങാനും രാഹുലിന് പകരം ഹരിയുടെ ഒപ്പം ജീവിക്കേണ്ടി വന്നാൽ ആ ഓർമ്മ തന്നെ അവളെ വിറപ്പിച്ചു. നിനക്കിപ്പോൾ വിവാഹം മുടക്കേണ്ട എന്നാണോ? ഞാൻ വേണ്ട, അവൻ മതി എന്നുണ്ടോ നിനക്ക്? അവൻ്റെ ചോദ്യം കേട്ടതും അവൾ ഞെട്ടി. അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ശ്രീമംഗലത്തെ സർവാധികാരിയായ രാഹുലിനോടൊപ്പം ഹരിയെ താരതമ്യം ചെയ്ത് നോക്കാൻ പോലും കഴിയുകയില്ല. ഒരാളിൻ്റെ ഒപ്പമുള്ള ജീവിതം ഒരു മഹാറാണിക്ക് തുല്യമായിരിക്കുമെങ്കിൽ അടുത്ത ആളിൻ്റെ കൂടെ ഒരു ജോലിക്കാരിയെ പോലെ കഴിയേണ്ടി വരും. എന്തിനാ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏട്ടന് കണ്ണിന് നേരെ കണ്ടുകൂടാത്തവരല്ലേ ഹരിയേട്ടൻ? ആ ദേഷ്യം അയാളോട് എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആലോചന വന്നപ്പോൾ തന്നെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞത്. എന്നിട്ടും ഏട്ടൻ്റെ വാക്കുകൾ കേട്ടിട്ട് തീരുമാനം മാറ്റി പറഞ്ഞു. ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ. രാഹുലിനോട് ദേഷ്യവും വാശിയും ഒന്നും നടക്കുകയില്ല. അതൊന്നും അവൻ അനുവദിച്ചു തരില്ല എന്നതാണ് സത്യം. അവൻ്റെ അടിമയെപ്പോലെ കൂടെ നിൽക്കേണ്ടി വരും. എന്നാൽ ആ അടിമസ്ഥാനത്ത് വലിയ വിലയുണ്ട് എന്ന് അവൾക്ക് തോന്നി. ശ്രീമംഗലത്തെ കണ്ണു മഞ്ഞളിപ്പിക്കുന്ന സ്വത്ത് വകകൾ മാത്രമായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ. കുട്ടിക്കാലം മുതൽ കഷ്ടപ്പാട് അനുഭവിച്ച് വളർന്നവൾക്ക് ശ്രീമംഗലത്തുകാരുടെ പ്രതാപം മാത്രം മതിയായിരുന്നു ഇതുപോലെ ഒരു നീചപ്രവൃത്തിക്ക് കൂട്ടുനിൽക്കാൻ. അതേസമയം രാഹുൽ മനസ്സിൽ പലതും കണക്കുകൂട്ടി. ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നത് ഒറ്റ മനുഷ്യരറിയാൻ പാടില്ല. അറിയാലോ, അച്ഛൻ്റെ ചെവിയിലെങ്ങാനും എത്തിയാൽ പിന്നെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കുന്നിടത്തേക്ക് നീ വരുന്നത് വരെ രഹസ്യമായി വേണം. അതുവരെയും ഒരു സംശയത്തിനും ഇട കൊടുക്കരുത്. എല്ലാം ഞാൻ പറയുന്നത് പോലെ കേൾക്കാൻ കഴിയുമെങ്കിൽ മാത്രം നീ എൻ്റെ ഒപ്പം നിന്നാൽ മതി. അങ്ങനെയല്ല എങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. അവൻ്റെ വാക്കുകൾ അവളിൽ വലിയ ഞെട്ടൽ തീർത്തു. അവനുമായി പിരിയുക എന്നത് അവളെക്കൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അവൻ്റെ കൂടെ ജീവിക്കാനായി എന്ത് ചെയ്യാനും അവൾക്ക് മടിയില്ലായിരുന്നു. ഏട്ടൻ പറയുന്നത് എന്തും ഞാൻ കേട്ടോളാം. അവളുടെ വാക്കുകൾ കേട്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അല്ലെങ്കിലും അവൾ എന്തൊക്കെ ചെയ്യുമെന്നും ചിന്തിക്കുമെന്നും അവൻ ഊഹമുണ്ട്. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടത്. അവൻ കോൾ കട്ട് ചെയ്തതിന് ശേഷവും അവൾ മൊബൈൽ കയ്യിൽ പിടിച്ച് ആലോചനയോടെ നിന്നു. താൻ ഇറങ്ങിപ്പോയാൽ തൻ്റെ വീട്ടുകാർ എല്ലാവർക്കും മുന്നിൽ നാണം കെടും. പക്ഷേ അതൊക്കെ കുറച്ച് നാളുകൾ കൊണ്ട് മാഞ്ഞു പോകും.
താൻ ശ്രീമംഗലത്തെ രാഹുലിനെയാണ് വിവാഹം കഴിക്കുന്നത് എന്നറിയുമ്പോൾ കളിയാക്കിയ ആൾക്കാർ തന്നെ വാഴ്ത്തിപ്പാടും. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ നിലയും വിലയുമുള്ള കുടുംബമാണ് ശ്രീമംഗലത്തുകാർ. അവിടുത്തെ മരുമകളാകുന്നതും സ്വപ്നം കണ്ട് അവൾ കണ്ണുകളടച്ച് പുഞ്ചിരി തൂകി. കാള് കട്ട് ചെയ്ത് തിരിഞ്ഞ രാഹുൽ കാണുന്നത് പിന്നിൽ നിൽക്കുന്ന മഹേശ്വരിയെയാണ്. അവരെ അവിടെ കണ്ടതും അവൻ ഞെട്ടിപ്പോയി. ഈ വാതിൽ താൻ അടച്ചിരുന്നതാണല്ലോ. മുഖത്തെ പരിഭ്രമം മറച്ചു പിടിച്ചുകൊണ്ട് അവൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നീ പരിങ്ങൊന്നും വേണ്ട. ഫോണിൽ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. അവരുടെ വാക്കുകൾ കേട്ടതും അവൻ ഉമിനീർ ഇറക്കി. അപ്പച്ചിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അച്ഛൻ അറിഞ്ഞാൽ, ആ ചിന്തയാണ് അവൻ്റെ മനസ്സിൽ അപ്പോൾ നിറഞ്ഞത്. എന്തൊക്കെ ചെയ്താലും ഹരി അച്ഛൻ്റെ മകനല്ലാതാകുന്നില്ലല്ലോ. തങ്ങളോട് വെളിപ്പെടുത്താത്ത സ്നേഹം ആ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടു എങ്കിൽ മകനെ ദ്രോഹിക്കുന്നത് ഏതച്ഛനാണ് സഹിക്കാൻ കഴിയുക? പക്ഷേ മഹേശ്വരിക്ക് ഹരിയോട് യാതൊരു സ്നേഹവുമില്ല എന്ന് അവനറിയാം. പക്ഷേ ഉണ്ണിമായയുമായി തനിക്കുള്ള ബന്ധം അതാണ് പ്രശ്നമാകാൻ പോകുന്നത്. അപ്പച്ചി വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. അവളെ ഞാൻ കെട്ടാനൊന്നും പോകുന്നില്ല. കുടുംബത്തിൻ്റെ നിലയും വിലയുമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അവൻ്റെ കല്യാണം മുടങ്ങണം. വിളിച്ചു വരുത്തിയ നാട്ടുകാർക്ക് മുന്നിൽ അവൻ നാണം കെട്ടിയിരിക്കണം. എന്നിട്ട് മാത്രമേ ഞാനൊരു കല്യാണം കഴിക്കൂ. അവൻ്റെ വാക്കുകൾ കേട്ടതും അവരുടെ മുഖത്തും പുഞ്ചിരി നിറഞ്ഞു. നിനക്ക് എന്ത് ചെയ്യാനും ഞാൻ കൂട്ടുണ്ടാകും. നമ്മുടെ തറവാടിനെ മൊത്തത്തിൽ നാണം കെടുത്തിയ കൂട്ടങ്ങളാണ്. പത്തിക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തല ഉയർത്തരുത്. അവരിൽ നിന്നും അനുകൂലമായ വാക്കുകൾ കിട്ടിയതും അവൻ്റെ മുഖം കൂടുതൽ തെളിഞ്ഞു. ഹരിയോടും കുടുംബത്തിനോടും തൻ്റെ അപ്പച്ചിക്കും ഇത്രയും പകയുണ്ടായിരുന്നു എന്ന സത്യം അവൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇനി തടസ്സങ്ങളൊന്നും തന്നെയില്ല. വിളിച്ചു വരുത്തിയ അതിഥികൾക്ക് മുന്നിൽ തല കുമ്പിട്ടിരിക്കുന്ന ഹരിയുടെ മുഖം ഓർക്കും തോറും അവൻ്റെ മനസ്സിൽ കുളിര് കോരി. ആ കാഴ്ച തന്നെയായിരുന്നു അപ്പോൾ മഹേശ്വരിയുടെ ഉള്ളിലും. വിവാഹത്തിന് കലയ്ക്കും മക്കൾക്കുമുള്ള വസ്ത്രങ്ങൾ വാങ്ങി വന്നതിൻ്റെ ബഹളമാണ് വീട്ടിൽ. കാർത്തികയും നന്ദുവും രണ്ടു ഭാഗത്തിരുന്ന് ഓരോന്ന് പറയുന്നുണ്ട്. മനു ആകട്ടെ പുഞ്ചിരിയോടെ ഹരിയെ ഒന്ന് നോക്കി. അവനൊരു നേർത്ത ചിരിയോടെ എല്ലാം കേട്ടിരിക്കുകയാണ്. കല്യാണസാരി നേരത്തെ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഡ്രസ്സ് എടുത്ത കടയിൽ നിന്നും എടുത്താൽ മതിയായിരുന്നു. അവിടെ ഒത്തിരി സെലക്ഷനുണ്ട്. കാർത്തിക പറഞ്ഞതും കല തലയിൽ കൈവച്ചു. ഈ സമയത്ത് കല്യാണസാരി എടുത്താൽ ബ്ലൗസ് ആര് തയ്ച്ചു തരും? വിവാഹസാരിയുടെ ബ്ലൗസൊക്കെ നേരത്തെ തയ്ക്കാൻ കൊടുക്കണം. അത് കേട്ടതും കാർത്തിക ചമ്മലോടെ എല്ലാവരെയും നോക്കി. നന്ദു അവളെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഇവൾക്ക് എന്തിനാ ഇത്രയും കൂടിയ ഡ്രസ്സ് എടുത്തത്? നന്ദു ചോദിച്ചതും കാർത്തിക തൻ്റെ റെഡിമെയ്ഡ് ലാച്ച ഒന്നുകൂടി ഉയർത്തി നോക്കി. അവൾ നാത്തൂൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. വലിയ പെണ്ണായിരുന്നുവെങ്കിൽ സാരി മതിയായിരുന്നു. കല്യാണ പെണ്ണിനെ പോലെ തന്നെ എല്ലാവരും നാത്തൂനെയും ശ്രദ്ധിക്കും. അത് കേട്ടതും അവളുടെ മുഖം വിടർന്നു. 3 ആങ്ങളമാരുള്ളത് കൊണ്ട് തന്നെ 3 കല്യാണത്തിനും ചെത്തി നിൽക്കാം. അവൾ അഭിമാനത്തോടെ എല്ലാവരെയും നോക്കി. അപ്പോൾ ഇനി മനുവേട്ടൻ്റെ കല്യാണത്തിനും എനിക്ക് നല്ല ഡ്രസ്സ് കിട്ടും. അവളുടെ വാക്കുകൾ കേട്ടതും മനു ഒരു നിമിഷം അപർണയെ ഓർത്തു. ഉടനെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞ് അവൾ കയർ പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഏട്ടൻ്റെ വിവാഹ സമാധാനമായി നടന്നതിന് ശേഷം വേണം അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ.